ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡോൾ കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതും അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് പൗഡർ, 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച ഷുഗർ, 4 എഗ്ഗ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ്. ക്രീമിന് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പയിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചോക്ലേറ്റ് പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അരിച്ചെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കാം. ഇത് ഡോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു കേക്ക് ടിന്ന് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാൻ 2 മോൾഡിലായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. കുറച്ച് വലിയ ടിന്നായതുകൊണ്ട് ഉൾഭാഗം കുറച്ച് ബേക്ക് ചെയ്യാൻ കുറച്ച് താമസം വരും. അതുകൊണ്ട് 2 ടിന്നിലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ പരന്ന ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതെല്ലാം ആദ്യം റെഡിയാക്കി വെക്കണം. ഈ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിലേക്ക് 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എഗ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലോ സ്പീഡിൽ ആദ്യം ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് പൊടിച്ച ഷുഗർ 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. 3 ബാച്ചായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. അതിനുശേഷം മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഇനി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൂടുതൽ ബീറ്റ് ചെയ്യരുത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശെ ആയി ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും മതിയാവും. ബാറ്റർ എല്ലാം റെഡിയായി. ഇനി ഒരു സ്പാച്ചിലർ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയായിട്ടാണ് 2 ടിന്നിലേക്കും ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീഹീറ്റായ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് 30 മിനിറ്റ് 160 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ കേക്കെല്ലാം റെഡിയായി. 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി പുറത്തേക്ക് എടുക്കാം. കേക്കെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം.
ഏകദേശം പകുതി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേക്ക് നിന്നും എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയിടുക. ഈ ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കായിട്ടുണ്ട്. ഇതുപോലെ മറ്റേതും മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. ഒരു 3 മിനിറ്റ് നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് നല്ല തിക്കായിരിക്കണം ക്രീം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വെക്കാം. ഈ സമയം നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ഉണ്ട് കേക്ക്. ഈ കേക്കിൻ്റെ അതേ ഷേപ്പിൽ മറ്റേ വലിയ കേക്കും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെല്ലാം ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഐസിങ് ചെയ്യാം. ഒരു ലെയർ വെച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ ഷുഗർ ഒഴിച്ച് കൊടുക്കട്ടെ. അതിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഷുഗർ ഷേപ്പ് ഉണ്ടാക്കാൻ പഞ്ചസാരയും വെള്ളവും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാതും ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഈ ക്രീം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 10-15 മിനിറ്റ് വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. ഈ സമയം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം അതിലേക്ക് റെഡ് പിങ്ക് കളർ എടുത്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. N1 നോസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നോസിൽസ്. ഇതിലേക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറോ ഏത് ഷേപ്പിലൊക്കെ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പുറം ഭാഗമൊക്കെ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. ഡാർക്ക് പിങ്കാണ് താഴ്ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്ലവർ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് ലൈറ്റ് പിങ്കാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് തോന്നും. നമ്മൾ മെയിൻ താരമായ ഡോളിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് വൈറ്റ് വിപ്പിംഗ് ക്രീം ചെറിയ നോസിൽ കൊണ്ടാണ് ഇതേമാതിരി ഫ്ലവർ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഷെയ്ഡാകുമ്പോൾ നല്ല ഭംഗി തോന്നുമല്ലോ ഇത് കാണാൻ തന്നെ, ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ ഐഡിയ പോലെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്വന്തം എല്ലാം റെഡി കുട്ടപ്പത്തി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിലെ കാണാൻ. അങ്ങനെ ബാർബി ഡോൾ കേക്ക് എല്ലാം റെഡിയായി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻ്റ് ഇടാനും മറക്കരുത്.
ഇത് ആയിഷുവിന് വേണ്ടി ഗിഫ്റ്റ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡോൾ കേക്കാണ്. ഞാൻ ഇവിടുത്തെ കട്ട് ചെയ്യുന്നില്ല, അവരാണ് കട്ട് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അതിങ്ങനെ കാണുമ്പോൾ തന്നെ, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും. ഇതുപോലെ ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബായ്.